ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ശുഭദിനം കണ്ടിട്ട് ഒരു അമ്മ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ വിളിച്ചിട്ട് ചോദിച്ചു, ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കാൻ വല്ല മന്ത്രമുണ്ടോ എന്ന്. പ്രധാനപ്പെട്ട ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം ശ്രദ്ധ എന്ന് പറയുന്ന മന്ത്രമാണ്. കുട്ടികളിൽ ശ്രദ്ധയാണ് വർദ്ധിപ്പിക്കേണ്ടത്. ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത് ശ്രദ്ധ അവരിൽ വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം. അതിന് വീട്ടിലെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അവരെ പങ്കാളികളാക്കുക. എല്ലാ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലും ഒരു പങ്കാളിത്തം അവർക്ക് കൊടുക്കുക. എന്നിട്ട് അവർക്ക് ശ്രദ്ധ എങ്ങനെയാണ് ഉണ്ടാവേണ്ടതെന്നുള്ള ഒരു കൃത്യമായ പാഠം അവർക്ക് കൊടുക്കുക. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയ ഉപാസനാ പദ്ധതി കുട്ടികളെ പഠിപ്പിക്കണം. ഏതെങ്കിലും ഒരു ഉപാസനാ പദ്ധതി പഠിപ്പിക്കണം. ഇപ്പോൾ ഹരിനാമകീർത്തനം ചൊല്ലുന്നതായാൽ മതി. ഹരിനാമകീർത്തനം ദിവസവും ചൊല്ലിയാൽ പോലും വളരെ പ്രാധാന്യമുള്ള ഒരു മാറ്റം ഒരു കുട്ടികളിൽ ഉണ്ടാവും. പിന്നെ വേദമന്ത്രം വേണമെന്നാണെങ്കിൽ ഓം യാം മേധാം ദേവഗണാഹ പിതരശ്ചോപാസതേ തയാമ അദ്യമേധയാഗ്നേ മേധാവിനം കുരുസ്വാഹ തുടങ്ങിയ മന്ത്രങ്ങളൊക്കെ ഉണ്ട്. മന്ത്രം ജപിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന നേരത്തെ പറഞ്ഞ വാക്കിൽ ഒരു മാറ്റവുമില്ല. കാരണം ശ്രദ്ധയാണ് മുഖ്യം. ശ്രദ്ധയുണ്ടാകുമ്പോൾ ഏകാഗ്രതയുണ്ടാവും. ശ്രദ്ധയുണ്ടാകുമ്പോൾ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യും. നമ്മളിപ്പോൾ എല്ലാം പഠിച്ചിട്ടും ചില കുട്ടികൾ പറയും പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് മറന്നുപോയി. എന്തുകൊണ്ടാണ് അങ്ങനെ മറന്നു പോകുന്നത്? അടിസ്ഥാനപരമായി കുട്ടി ശ്രദ്ധയോട് കൂടിയിട്ടല്ല അത് പഠിച്ചത്. അപ്പോൾ മനസ്സിനെ ഏകാഗ്രമാക്കാനും ശ്രദ്ധയോടുകൂടി നിലനിർത്തണമെങ്കിൽ നമുക്ക് പരിശീലനം ആവശ്യമാണ്. ഇപ്പോൾ കുട്ടികൾക്ക് നാമജപം തുടങ്ങിയിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക, ഹരിനാമകീർത്തനം പോലുള്ള ജപിക്കാൻ കൊടുക്കുക, ചൊല്ലാൻ കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിൽ ഒരു ഏകാഗ്രത, ഒരു ശ്രദ്ധ പതുക്കെ പതുക്കെ ഉണ്ടായി വരും. അങ്ങനെ ആ കുട്ടിക്ക് ആത്മവിശ്വാസത്തോടു കൂടി ഏത് പരീക്ഷയും നേരിടാനുള്ള ഒരു ചങ്കൂറ്റം അദ്ദേഹത്തിന് ഉണ്ടാവും, കുട്ടിക്ക് ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.